സർക്കസ് കലാകാരി തലശ്ശേരിക്കാരി ബേബിക്ക് സ്വന്തം മേൽവിലാസമുണ്ടെങ്കിലും സ്ഥിരതാമസമില്ലാത്തതിനാൽ ആധാർ കാർഡുമില്ല, വോട്ടർ ഐഡിയുമില്ല. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ വോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും എന്ത് ചെയ്യുമെന്നറിയാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ബോംബെ സർക്കസിലെ ഏക മലയാളിയായ ബേബി. വോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഞാനെന്ത് ചെയ്യും? വളരെ നിസ്സഹായാവസ്ഥയോടെ ചോദിക്കുകയാണ് തലശ്ശേരി എരിഞ്ഞോളി സ്വദേശിയായ പി ബേബി. ഗ്രേറ്റ് ബോംബെ സർക്കസിലെ ഏക മലയാളി കൂടിയാണ് ബേബി. ഏതായാലും ബേബി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയ ആഘോഷത്തോടു കൂടി കേരളം നടക്കുകയാണ്. വോട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്താ അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൂഫൊന്നുമില്ല, അതിന് ചെയ്യാൻ പറ്റൂല. അത് തന്നെയാ പ്രശ്നം, വേറെ ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു ആധാർ കാർഡ് ഉൾപ്പെടെ ലഭിക്കാത്തൊരു സാഹചര്യം? അതെന്ന് പറഞ്ഞാൽ വീട്ടിൽ കുറേ നമ്മൾ ശ്രമിച്ചിനേനു, പക്ഷെങ്കിൽ പറഞ്ഞ 6 മാസം വീട്ടിൽ നിന്നാലാവൂലല്ലേ. എൻ്റെ അമ്മക്കാണെങ്കിൽ സുഖമില്ല, അനിയനാണെങ്കിൽ വീട്ടിൽ തന്നെ. പിന്നെ അമ്മക്ക് എന്തെങ്കിലും ആയാലും അനിയന് മാത്രമേ ഉള്ളൂ. അനിയത്തിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ വേറെ സ്ഥലത്താണ്. അതിനാണ് പിന്നെ വീട്ടിൽ നിന്നാൽ എങ്ങനെയാവും, എനിക്ക് നയിക്കണോ. അതിനാണ് പിന്നെ അവർ പറയാല്ല 6 മാസം വരെ നിന്നാലാവും അങ്ങനെയെല്ലാം പറയുന്നത്. ഇപ്പോൾ കലക്ടറോ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിൽ? കാരണം വോട്ടവകാശം എല്ലാവർക്കും വേണ്ടതാണ്, അത് ബേബിക്കും അവകാശപ്പെട്ടതാണ്. അങ്ങനെ ലഭിക്കാൻ ആരെങ്കിലും സമീപിച്ചിരുന്നു? അങ്ങനെ കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ കളക്ടർ ഇങ്ങനെ ഇതെല്ലാം തന്നിനു, ആവുന്നെല്ലാം പറഞ്ഞിനു. പിന്നെ എൻ്റെ വീട്ടിലൊരു കത്തെല്ലാം അയച്ചിനു, അതായിട്ടന് അരിയേട്ടന് കൊണ്ടുപോകുന്നു പറഞ്ഞിനു. പിന്നെ അത് എപ്പം ആവില്ല, അതിപ്പം പറഞ്ഞ് ഇപ്പം ആവില്ല, അത് ഡിസംബർ കഴിഞ്ഞിട്ടേ ആവും എന്ന് പറയുന്നു. ഈ സർക്കസിലേക്ക് വന്നാൽ എപ്പോഴാണ് ഈ സർക്കസിലേക്ക് വന്നത്? എങ്ങനെയാണ് സർക്കസ് ജീവിതം? ഞാൻ ചെറുതിലേ വന്നതാ. ചെറുതിലെ എൻ്റെ ഇങ്ങനെ ആളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ വന്നത്. നമ്മൾ വിചാരിച്ച് കളിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഒരു ആർട്ടിസ്റ്റാക്കി. അവർ ഇങ്ങനെ ചെറുതിലെ പഠിപ്പിച്ചിട്ടല്ലോ അങ്ങനെ ആർട്ടിസ്റ്റായത്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ സർക്കസിന്റെ ഉപജീവന മാർഗം? വീട്ടിലൊരു വീട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ ആർക്കും അറിയില്ല ഞാൻ സർക്കസ് കാരത്തിയാന്ന്. എന്ന് വെച്ചാൽ ഇപ്പോൾ സർക്കസുകാരൊന്നും അങ്ങനെ നോക്കുന്നില്ല നല്ല പോലെ. പറഞ്ഞാൽ അവർ മോശമായിട്ടാണ് പെരുമാറുന്നത്. അതിനാണ് ഇപ്പോൾ ഞാനും എൻ്റെ വീട്ടിൽ ഞാൻ സർക്കസ് പണിയെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൻ്റെ അവിടെ ആർക്കും ഇങ്ങനെ അടുത്തുള്ള വീട്ടുകാർക്കൊന്നും അറിയില്ല. ഞാൻ തിരുപ്പൂരിൽ പണിയെടുക്കുന്നതെന്ന് അവരെ ധാരണ. പക്ഷേങ്കിൽ ഞാൻ ഇതിപ്പോൾ നമ്മൾ സർക്കസ് കണ്ടാൽ അവർ വിചാരിക്കും ഇത് സർക്കസുകാരി എന്ത് ഇങ്ങനെ അങ്ങനെയില്ല. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ സർക്കസ് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് പദ്ധതിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സർക്കസിനെ അങ്ങനെ മോശമായിട്ട് കാണുന്നത് നേരത്തെ ഉണ്ടായിരുന്നായിരിക്കും, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അതൊരു കലയായി കാണുന്നു. കൂടുതൽ ആളുകൾ നിങ്ങളെ കാണാനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സ്നേഹങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട്. ഏത് ഐറ്റമാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്? ഞാനിവിടെ കമ്പിൻ്റെ മേലെ ലൂസ് വെയർ കപ്സസറാണ് ഇവിടെ പോകുന്നത്. പിന്നെ ഫസ്റ്റ് കുറേ നമ്പർ ചെയ്യുന്നുണ്ടേനു, ഇപ്പോൾ ഇവിടെ മാത്രം ഇത് മാത്രമാണ് പോകുന്നത്, ലൂസ് വെയർ കപ്സസർ. നമുക്കിപ്പോൾ വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു വിഷമമുണ്ട്. എന്താണ് ഇപ്പോൾ ന്യൂസ് 18 ബേബിക്ക് ആവശ്യപ്പെടാനുള്ളത്? എനിക്കിപ്പോൾ ആധാറില്ല, ഒന്നുമില്ല. എൻ്റെ ഫസ്റ്റ് അച്ഛനുണ്ടേനു, അച്ഛനെല്ലാം കുടിച്ചിട്ട് ഫസ്റ്റ് അടിച്ചിട്ട് അമ്മേനെ എൻ്റെ പ്രൂഫെല്ലാം നമ്മൾ ചെറുതിലെ സർക്കസിലല്ലേ, അതിന് പിന്നെ എൻ്റെതൊന്നും ആയിട്ടില്ല. അതാണ് പ്രശ്നം. ഇല്ലെങ്കിൽ വോട്ട് കൊടുക്കാൻ ആർക്കും ആഗ്രഹമില്ലാത്ത എല്ലാവർക്കും ആഗ്രഹം തന്നെയാണ് വോട്ട് കൊടുക്കാൻ. നമ്മോടൊപ്പം മാനേജർ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ ബേബിയുടെ ഒരു അവസ്ഥ, അത് അധികൃതർക്ക് നിങ്ങൾ സമീപിച്ചിരുന്നോ? അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അതെങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും? കഴിഞ്ഞ ക്യാമ്പിൽ കണ്ണൂരിൽ വെച്ചിട്ട് ജില്ലാ കളക്ടർ അതിനുവേണ്ട എല്ലാവരും സഹായങ്ങളും ചെയ്തു കൊണ്ടുവരുന്നുണ്ട്. അത് പക്ഷേ പ്രോസസ്സാകാൻ കുറച്ച് സമയം എടുക്കും. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ജില്ലാ കളക്ടർ ഏരിയയും പറഞ്ഞു, അവർ വലിയ സപ്പോർട്ടാണ് ചെയ്തത്. ഞങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ശരിയായി കൊടുക്കാൻ എല്ലാവിധ ക്രമീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സർക്കസിലേക്ക് വന്നാൽ എങ്ങനെയുണ്ട് സർക്കസ്? ഇപ്പോൾ കാഞ്ഞങ്ങാടാണ് ഇപ്പോൾ സർക്കസ് ഉള്ളത്, ഇനി കൊച്ചിയിലേക്കാണ് സർക്കസ് മാറാൻ പോകുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ? സീസണാണോ? സീസൺ സർക്കസിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സമയം തന്നെയാണ് ഇപ്പോഴും. സർക്കസ് കുട്ടികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ സർക്കസ് നന്നായിട്ട് പോകുന്ന വിശ്വാസം. കാരണം കുട്ടികൾ എന്നും ബസ്സിൽ പോകുമ്പോൾ ബസ്സിൽ നിന്ന് സർക്കസ് എന്ന് ഷൗട്ട് ചെയ്തുകൊണ്ടാണ് സർക്കസിന് മുമ്പിലോട്ട് പോവുക. ബേബി പറയുന്നുണ്ടായിരുന്നു ഈ സർക്കസിന് വളരെ മോശമായിട്ട് സമൂഹം കാണുന്നത്. അതെല്ലാം മാറിയൊരു കാലം. അങ്ങനെയൊന്നുമില്ല. അതൊരു പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ന് അങ്ങനെയൊന്നുമില്ല. പക്ഷെങ്കിൽ ചിലവരുടെ നജർ നമ്മുടെ ജനങ്ങൾ നമ്മുടെ നാട്ടിൽ അത് ചില ഇത് മാത്രം വരുന്നില്ല. ബേബിയെ സംബന്ധിച്ചിടത്തോളം ജാർഖണ്ഡ് സ്വദേശിനിയാണ് വിവാഹം കഴിച്ചത്. ഒരു കുട്ടിയുണ്ട്. വീട്ടിലെ അമ്മയ്ക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും എല്ലാം വോട്ടുണ്ട്. അവർക്കെല്ലാം വോട്ട് ചെയ്യാൻ പോകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ബേബിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതോടൊപ്പം ബാങ്ക് രേഖകൾ ഉൾപ്പെടെ ഈ ആധാർ കാർഡ് ലഭിക്കാത്തതിനാൽ ബേബിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ എല്ലാം ആധാർ കാർഡില്ലെങ്കിൽ തിരിച്ചറിയൽ രേഖ പോലും ഇല്ലാത്ത ഒരാളായി ബേബി ജീവിക്കുന്നു എന്ന് വേണം പറയാൻ. ഇതിന് അധികൃതരുടെ ഭാഗത്തുനിന്നും ഇടപെടൽ വേണം. കാരണം സർക്കസിനെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ പല പദ്ധതികളും കൊണ്ടുവന്നതാണ്. തലശ്ശേരിയിൽ ഉൾപ്പെടെ നമുക്കറിയാം ഒരുപാട് കലാകാരന്മാർ ഇത്തരത്തിൽ സർക്കസിലുള്ളതാണ്. എന്തായാലും ബേബിക്ക് ഈ ഒരു തിരിച്ചറിയൽ രേഖ അത് ലഭിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്.